ഹൃദയപൂർവം ഭാഗം 84. ദേവിക വരികയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുക തന്നെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലേ? സന്ദീപ് പറഞ്ഞുകൊണ്ട് മാധവിന്റെ കയ്യിൽ പിടിച്ചു. അല്ലാതെ പിന്നെ, എന്തായാലും നമ്മൾ ഇത്രയും ആളുകളില്ലേ, നമുക്ക് നേരിടാം എന്തു വന്നാലും, മാധവും പറഞ്ഞു. അവർ ചിരിയോടെ ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്ക് വന്നു. സച്ചിദേവ് ചിരിയോടെ സന്ദീപിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന മാധവിനെയും സന്ദീപിനെയും കണ്ടതും അവന്റെ നെറ്റിയൊന്നു ചുളിഞ്ഞു. ഇതുവരെ സന്ദീപ് മാധവിനോട് സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. ഇതിപ്പോ ചിരിച്ച് സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്ന അവരെ കണ്ടതും അവന്റെ മുഖം ഇരുണ്ടു. മാധവിന്റെ മുഖം കാണുമ്പോൾ, അവന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഇന്നലെ രാത്രി കണ്ട ദൃശ്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വന്നു. ആ ദേഷ്യം മുഴുവനും അവൻ സ്റ്റിയറിംഗിൽ തീർത്തു. അവന്റെ താറ് അവിടെ നിന്നും പാസ് ചെയ്തു പോകുമ്പോഴും ചിരിയോടെ നിൽക്കുന്ന അവരുടെ രണ്ടുപേരുടെയും മുഖമായിരുന്നു അവന്റെ മനസ്സിൽ. മാധവ് സന്ദീപിന്റെ അടുത്ത് കുറച്ചു നേരം കൂടി നിന്ന് സംസാരിച്ചതിന് ശേഷം വേറെയും കുറച്ച് ആളുകളെ കൂടി കണ്ടതിന് ശേഷം 3:30 കൂടി ലക്ഷ്മിയുടെ സ്കൂളിന്റെ മുന്നിൽ വന്ന് നിന്നു. സ്കൂള് വിട്ടുവന്ന ലക്ഷ്മിയും മിത്രയും സാന്ദ്രയെയും ദിവ്യയെയും എല്ലാം കൂട്ടിക്കൊണ്ട് അവൻ തിരിച്ച് വീട്ടിലെത്തിയത്. ഗംഗയ്ക്ക് വേണ്ടി ആ ബിൽഡിംഗ് പോയി കണ്ടു എന്നും അത് നല്ലതാണെന്നും ഇഷ്ടപ്പെട്ടു എന്നും മാധവ് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്കത് എടുക്കാം എന്ന് മാധവിന്റെ അച്ഛനും പറഞ്ഞു. ഫണ്ടിന്റെ പ്രശ്നം വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ശരത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ മാധവും പറഞ്ഞു. ആ സമയം കൊണ്ട് ലക്ഷ്മി റൂമിലേക്ക് പോയിരുന്നു. അവൾ ഫ്രഷായി താഴേക്ക് വന്ന് കിച്ചണിലേക്ക് ചെന്നു. എല്ലാവർക്കുമുള്ള ചായയുമായി സീതാമ്മയും കഴിക്കാനുള്ള പലഹാരവുമായിട്ട് ലക്ഷ്മിയും വന്നു. എല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരത്തിന്റെ കോള് വരുന്നത്. അവൻ അവിടെ നിന്ന് പുറപ്പെടാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ മാധവുമായിട്ട് കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്തത്. പിറ്റേ ദിവസവും മാധവ് ബസ്സിലേക്കും ലക്ഷ്മി സ്കൂളിലേക്കും പോയി. അന്ന് വെളുപ്പിന് 1 മണിയോടുകൂടി എല്ലാവരും പുറപ്പെടാനായി തയ്യാറായി ഇറങ്ങി. 2 കാറുകളിലായിട്ടാണ് അവർ പോകാനായി ഇറങ്ങിയത്. വീട്ടിൽ നിന്നും ഇറങ്ങി ടൗൺ എത്തിയപ്പോഴേക്കും സന്ദീപിന്റെ കാറും എത്തിയിരുന്നു. സന്ദീപിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിങ്ങിലായിട്ട് എല്ലാവരും കാറ് പാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം എറണാകുളം രജിസ്ട്രേഷനുള്ള ഒരു ട്രാവലറിലേക്ക് എല്ലാവരും കയറി. നവീന്റെ ഫ്രണ്ടിന്റെ ട്രാവലർ ആയിരുന്നു അത്. എറണാകുളത്ത് നിന്ന് വരുത്തിയതാണ്. മാധവ്, ലക്ഷ്മി, സാന്ദ്ര, ഉദയൻ, ഗംഗ, സന്ദീപ്, ഇഷാനി, നവീൻ, കൂടെ വിനോദും ഉണ്ടായിരുന്നു. ഇത്രയും പേരാണ് എറണാകുളത്തേക്ക് പോകാനായി ട്രാവലറിൽ കയറിയത്. ദേവികയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാറുകൾ കൊണ്ടുപോകാതെ ട്രാവലർ എടുത്തത്. അതും കൊച്ചി രജിസ്ട്രേഷനുള്ള വണ്ടി അറേഞ്ച് ചെയ്തത്. അവിടെ നിന്ന് തന്നെയുള്ള ഡ്രൈവറുമാണ് വന്നത്. പക്ഷേ അയാൾക്ക് അവിടെ റൂം എടുത്തു കൊടുത്ത് സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്കി കൊടുത്തതിന് ശേഷമാണ് വിനോദ് ട്രാവലർ ഓടിച്ചത്. ഡ്രൈവിംഗിൽ വിനോദ് ഒരു പുലിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധവ് വിനോദിനെ ഈ യാത്രയ്ക്കായി കൂടെ കൂട്ടിയതും. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. വണ്ടിയിലേക്ക് കയറിയപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മാധവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദേവിക വരുമോ എന്ന് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. വന്നാൽ തന്നെ ഇതറിയുമ്പോൾ ഈശ്വരന്റെ പ്രതികരണം എന്തായിരിക്കും എന്നായിരുന്നു ആ സമയം ലക്ഷ്മി ആലോചിച്ചത്. പക്ഷെ അവളും ഒത്തിരി ഹാപ്പിയായിരുന്നു. തനിക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. മാധവ് എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി അടുത്തിരുന്ന മാധവിന്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാരി കിടന്നിരുന്നു. മാധവും അവളെ ചെറുപുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. പോകുന്ന വഴിക്ക് ചായയും കുടിച്ച് ഇടയ്ക്ക് വണ്ടി നിർത്തിയുമാണ് അവർ എറണാകുളത്ത് എത്തിയത്. 2.5-3 മണിക്കൂർ നേരത്തെ ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടി അവർ നേരത്തെ ഇറങ്ങിയിരുന്നു. രാവിലെ ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ നിന്നും പുറപ്പെടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് പിടിക്കാതെ അവർ പോയത്. എയർപോർട്ടിൽ 7 മണിക്കാണ് ശരത്ത് എത്തുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ എയർപോർട്ടിനടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. 7 മണി അടുത്തതും എയർപോർട്ടിലേക്ക് പോയി. മാധവും ഗംഗയുമായിരുന്നു സ്വീകരിക്കാനായി ശരത്തിന്റെ അടുത്തേക്ക് ചെന്നത്. ബാക്കി എല്ലാവരും പാർക്കിങ്ങിൽ തന്നെ വണ്ടിയിൽ ഇരുന്നു. ശരത്തിനെ കണ്ട് ലഗേജ് എല്ലാം എടുത്തതിന് ശേഷം മാധവ് വിളിച്ചതും വണ്ടിയുമായി വിനോദ് എയർപോർട്ടിന്റെ മുന്നിലേക്ക് ചെന്നു. ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റി വണ്ടിയിലേക്ക് കയറിയ ശരത്തിനെ ഉദയൻ ചെന്ന് കെട്ടിപ്പിടിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന കൂട്ടുകാരനെ ശരത്തും ചേർത്ത് പിടിച്ചു. കൂടുതലും പാലക്കാട് വന്നു നിന്നുള്ള സൗഹൃദമാണ് ഉദയനുമായിട്ട്. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വിനോദിനും കൈകൊടുത്തു. ലക്ഷ്മി അടക്കം ബാക്കിയുള്ളവർ എല്ലാവരും ശരത്തിനെ നോക്കി കാണുകയായിരുന്നു. കറുത്ത ഷർട്ടും കയ്യിൽ സ്റ്റൈലിഷ് വാച്ചും, മുഖത്ത് ആത്മവിശ്വാസവും കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ ഒരു തിളക്കവും.
ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ കയറിയ ശരത്തിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാധവിന്റെ ഒപ്പം കൂടെയുള്ള എല്ലാവരെയും ശരത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ശരത്ത് പിന്നെ ഇഷാനിയെയും ചേർത്ത് പിടിച്ചു. ഞങ്ങളോട് പറയാതെ മുങ്ങിയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണ് പൊങ്ങുന്നത്? കുസൃതി ചിരിയോടെയാണ് അവൾ ചോദിച്ചു. അതിന് നല്ലൊരു പുഞ്ചിരിയാണ് അവൻ മറുപടിയായി സമ്മാനിച്ചത്. ഒരുപാട് സംസാരിക്കാത്ത പ്രകൃതമാണ് എന്ന് ശരത്തിനെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് തോന്നി. ബാക്കി വണ്ടിയിലുള്ളവരെ നോക്കിയ ശരത്തിന് മാധവാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്തായാലും ഇനി ദേവികയുടെ അടുത്തേക്ക് ചെല്ലാൻ സമയമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിന്റെ പാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. വണ്ടി നേരെ തൃശൂർക്ക് വിട്ടു. വടക്കുന്നാഥന്റെ അടുത്തെത്തി. അവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിന് ശേഷമാണ് ശരത്തിനോട് കാര്യങ്ങളെല്ലാം മാധവും ഉദയനും കൂടി പറയുന്നത്. ശരത്ത് ലക്ഷ്മിയെ ഒന്ന് നോക്കി. കാണുമ്പോൾ പാവം ഒരു സാധാരണ പെൺകുട്ടിയാണ്. അധ്യാപികയാണ് എന്ന് കണ്ടാൽ പറയില്ല എന്ന് ശരത്തിന് തോന്നി. പക്ഷെ ഇത്രയും വലിയൊരു കാര്യമാണ് അവൾ ചെയ്തിരിക്കുന്നത് എന്നോർത്തപ്പോൾ ശരത്തിന് അഭിമാനം തോന്നി അവളെക്കുറിച്ച്. പിന്നെ ഇഷാനിയുടെയും നവീന്റെയും വിവാഹകാര്യം പറഞ്ഞു. അതിനുശേഷം മാധവ് സന്ദീപിനെ അടുത്തേക്ക് വിളിച്ചു. ശരത്തിന് സന്ദീപിനെ പരിചയപ്പെടുത്തി കൊടുത്തു. സന്ദീപ് ശരത്തിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. സന്ദീപിനെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാധവ് ഗംഗയെ വിളിച്ചു. ഗംഗ സന്ദീപിന്റെ അടുത്തേക്ക് വന്നതും അവളാണ് ശരത്തിനെ സന്ദീപിന് വിശദമായി പരിചയപ്പെടുത്തി കൊടുത്തത്. അവളുടെ പ്രണയം അവൾ പറയുകയും അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യവും പറഞ്ഞു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ശരത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. താൻ കാണിക്കാത്ത ധൈര്യം തന്റെ സഹോദരി കാണിച്ചു എന്നോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. സ്നേഹിച്ച ആളുടെ ഒപ്പം ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹം ആണ് എന്ന് കരുതുന്ന ആളാണ് ശരത്ത്. ശരത്തിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ ഗംഗയ്ക്കും സന്ദീപിനും എല്ലാം ആശ്വാസം തോന്നി. ദേവിക മാധവിന്റെ ഫോണിലേക്ക് വിളിച്ചതും എല്ലാവരും മാധവിനെ ശ്രദ്ധിച്ചു. മാധവും കൂട്ടരും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ദേവിക അങ്ങോട്ട് വരാമെന്ന് പറയുകയായിരുന്നു. ദേവികയെ അവിടെ അവർ കാത്തുനിന്നു. ഇഷാനിക്കും സാന്ദ്രയ്ക്കും എല്ലാം ദേവികയെ ആദ്യമായി കാണുന്നതിന്റെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. എന്നാൽ ലക്ഷ്മി തന്റെ പ്രിയ കൂട്ടുകാരിയെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതിന്റെ സന്തോഷവും അവളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലുമായിരുന്നു. ആകാംക്ഷയോടെയാണ് അവളുടെ കണ്ണുകൾ ദേവികയെ തിരഞ്ഞത്. എന്നാൽ ഒരു കോള് വന്നതും സംസാരിക്കാനായി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ശരത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കുറച്ച് നടന്നു. കുറച്ചു ദൂരം ഫോണിലൂടെ സംസാരിച്ച് നടന്ന ശരത്ത് കോള് കട്ട് ചെയ്ത് തിരിഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ പോകുമ്പോഴാണ് കുറച്ച് ദൂരെ നിന്ന് വരുന്ന ഒരു പെണ്ണിനെ അവൻ കാണുന്നത്. അവൻ ആ പെണ്ണിനെ തന്നെ കുറച്ചു സമയം കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അപ്പോഴാണ് അങ്ങോട്ട് മാധവ് വരുന്നത്. എന്താണ് ശരത്തെ, വർഷങ്ങൾക്ക് ശേഷം മലയാള മണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? മാധവ് ചോദിച്ചു. ആയിരിക്കും, ഇത്രയും നാളും നമ്മളെയെല്ലാം വിട്ടു പോയതല്ലേ, അവൻ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും വന്നു. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് ഒന്നും ശ്രദ്ധിക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ശരത്തിനെ കണ്ടതും മാധവും ഉദയനും പരസ്പരം നോക്കി. പിന്നെ അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു മനോഹരമായ ബ്രൗൺ സിൽക്ക് സാരി, സ്വർണ്ണക്കരയോട് കൂടിയ സാരി ധരിച്ച് കയ്യിൽ പിടിച്ച ബ്രൗൺ ലെതർ ഹാൻഡ് ബാഗിന്റെ വള്ളിയിൽ തുരുത്തു പിടിച്ചുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു വരുന്ന പെൺകുട്ടിയെ കാണുന്നത്. വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ കണ്ണുകൾ ഒരു നിമിഷം ദൂരെ നിന്ന് വരുന്ന ഒരാളിൽ ഉടക്കിയതും അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി കണ്ട് അവളുടെ പുറകെ തന്നെ സാന്ദ്രയും ഇഷാനിയും ഗംഗയും വണ്ടിയിൽ നിന്നും ഇറങ്ങി. മാധവേട്ടാ എന്ന് ഗംഗ വിളിച്ചതും മാധവ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ലക്ഷ്മി ഓടിപ്പോകുന്നത് അവൻ കാണുന്നത്. ലക്ഷ്മി, മാധവ് വിളിച്ചു. അവൾ അത് കേൾക്കാൻ നിൽക്കാതെ ഓടിച്ചെന്ന് കുറച്ചു മുമ്പ് തങ്ങൾ നോക്കി നിന്ന പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അവളും ലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതാണ് ദേവിക. ഗംഗ പറയുന്നത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ ദേവികയെ നോക്കിയത്. ശരത്തിന്റെ കണ്ണുകളും ഒരു നിമിഷം കുറച്ചു മുമ്പ് നോക്കി നിന്ന ആ പെണ്ണിൽ തന്നെ തറഞ്ഞു നിന്നു. കുറച്ചു സമയം അവരാരും അനങ്ങാതെ തന്നെ നിന്നു. ലക്ഷ്മിയും ദേവികയും പരസ്പരം കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം നിന്നു. ഇനിയും അവരുടെ നിൽപ്പ് അങ്ങനെ തന്നെ തുടരും എന്ന് തോന്നിയത് കാരണം ദേവികയുടെയും ലക്ഷ്മിയുടെയും അടുത്തേക്ക് മാധവും നടന്നു. കൂടെ ഉദയനും സാന്ദ്രയും ഇഷാനിയും ഗംഗയും. അതെ, നിങ്ങൾ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. നമുക്ക് വണ്ടിയിലേക്ക് ഇരിക്കാം, എന്നിട്ട് സംസാരിക്കാം. പുറത്ത് ഒരുപാട് സമയം നിൽക്കണ്ട. സന്ദീപ് പറഞ്ഞതും പെട്ടെന്ന് ദേവിക ലക്ഷ്മിയിൽ നിന്നും അടർന്നു മാറി. അവരുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും നോക്കി ദേവിക. എന്നെ മനസ്സിലായോ? മാധവ് ചോദിച്ചതും മാധവേട്ടൻ, അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ആരാണ്?
അടുത്തു നിന്ന് ഉദയൻ ചോദിച്ചതും അവൾ ഉദയൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? ഉദയൻ ചോദിച്ചു. അന്ന് സംസാരിച്ചിട്ടുള്ള ശബ്ദം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തതാണ്, അവൾ പറഞ്ഞു. എന്നാ വാ. ലക്ഷ്മി. മാധവ് വിളിച്ചപ്പോഴാണ് അത്രയും നേരം ദേവികയെ തന്നെ നോക്കി നിന്ന ലക്ഷ്മി ഞെട്ടി മാധവിനെ നോക്കിയത്. എന്തുപറ്റി? മാധവ് ലക്ഷ്മിയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് കരുതിയ എന്റെ ദേവുവിനെ എനിക്ക് കണ്ടപ്പോ. അത്രയും പറഞ്ഞതും ദേവിക അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. എന്നാൽ നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവരെയെല്ലാം നോക്കി നിൽക്കുകയായിരുന്ന ശരത്ത് വാ എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെയാണ് ദേവികയെയും കൊണ്ട് വണ്ടിയിലേക്ക് നടന്നത്. പുറകെ തന്നെ ബാക്കിയുള്ള എല്ലാവരും നടന്നു. ശരത്തെ വാ. മാധവ് വിളിച്ചപ്പോഴാണ് അവൻ അവരുടെ അടുത്തേക്ക് വന്നതും വണ്ടിയിലേക്ക് കയറിയതും. ഇന്ന് സിത്താരയെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലേ? അവൾ ചോദിച്ചപ്പോൾ സന്ദീപ് അതേന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും വരുന്നതിന്റെ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു, ദേവിക പറഞ്ഞു. തന്നോട് പറഞ്ഞോ ഇന്ന് അവരെല്ലാം വരുന്നുണ്ടെന്ന്? മാധവ് ചോദിച്ചു. ഇല്ല, എന്നോട് സംസാരിക്കില്ല ആരും ആ വീട്ടിലുള്ളവർ. ഞാനും ആരോടും സംസാരിക്കാറില്ല. ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ഇരുന്ന് അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് ദേവികയും ഇരുന്നു. അവരുടെ അടുത്തുള്ള സീറ്റിൽ മാധവും ഉദയനും, പുറകിലായിട്ട് സാന്ദ്രയും ഇഷാനിയും ഗംഗയും, അങ്ങനെ എല്ലാവരും ഇരുന്നു. ഏറ്റവും പിന്നിലെ സീറ്റിലായിട്ട് ശരത്തും ഇരിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തിരിഞ്ഞ് വിനോദും കോ ഡ്രൈവിംഗ് സീറ്റിലായി സന്ദീപും ഇരുന്നു. എല്ലാവരും ദേവിക പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. ഈശ്വർ തന്നോടൊന്നും സംസാരിക്കില്ലേ? ഉദയനാണ് ചോദിച്ചത്. ഇല്ല, എന്നോട് സംസാരിക്കില്ല. ഞാൻ അതിനായിട്ട് അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കാറില്ല. പിന്നെ എന്നോട് സംസാരിക്കാൻ ധൈര്യം ഒരു പ്രാവശ്യമേ ഈശ്വർ കാട്ടിയിട്ടുള്ളൂ. അതും എൻ്റെ വീട്ടുകാരും അവൻ്റെ വീട്ടുകാരും ഉള്ളപ്പോൾ മാത്രം. പിന്നെ സ്കൂൾ വിടുന്ന 3:30 മണി മുതൽ പിറ്റേ ദിവസം സ്കൂളിലെത്തുന്ന 9 മണി വരെ ഞാൻ ആരോടും സംസാരിക്കില്ല. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അവൾ പറയുമ്പോൾ പലപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയും വിങ്ങിപ്പൊട്ടുന്നത് കണ്ട് മാധവിന് അവളെ ചേർത്ത് പിടിക്കണമെന്നും ആശ്വസിപ്പിക്കണം എന്നുമുണ്ട്. പക്ഷേ 2 കൂട്ടുകാരും പരസ്പരം താങ്ങായി ഇരിക്കുന്നത് കണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. തൻ്റെ പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ സഹിക്കാൻ പറ്റാതെ, അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ മാധവ് ദേവിക പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവിക? ഇത്രയും ഒരു സംഭവം ഒരിക്കലും ഒരു സ്ത്രീക്ക് പൊറുക്കാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് താൻ അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്നിട്ട് എന്തിനാണ് താൻ അവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? ഇഷാനി ചോദിച്ചു. ദേവിക ലക്ഷ്മിയൊന്ന് നോക്കി. ലക്ഷ്മി അപ്പോഴും അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ ഒന്ന് ചെറുതായി ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. ഈ സംഭവം നടക്കുന്ന അന്ന് ഞാൻ അവിടെ തന്നെ ബോധം മറഞ്ഞു വീണിരുന്നു. ഞാൻ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഏതോ ഹോസ്പിറ്റലിലാണ് എന്ന് എനിക്കറിയാം. ശരീരത്തെല്ലാം മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ മുറിവിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ഞാൻ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ആളിനെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ്. ആ വേദനയാണ് എനിക്ക് താങ്ങാൻ പറ്റാതെ ആയത്. കൂട്ടുകാരന് മുന്നിൽ എന്നെ കാഴ്ചവെക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതൊരിക്കലും സ്വബോധത്തോടെ ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് കൈവിട്ടു പോയത്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് വീട്ടുകാർ ഇവിടെ നിന്നും എന്നെ മാറ്റിയത്. എല്ലാവരോടും ഞാൻ പഠനത്തിനായി പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ അവർ ഇവിടെ നിന്നും മുംബൈയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വല്യേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ ഡോക്ടറുടെ കീഴിലായിരുന്നു ചികിത്സ. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ലച്ചുവിൻ്റെ കാര്യവും എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നതായിരിക്കും ശരി. എൻ്റെ സ്വബോധ മനസ്സിൽ നിന്നും പല കാര്യങ്ങളും മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെയുള്ള ഡോക്ടർമാരും അവരുടെ പരിചരണവും കൗൺസിലിംഗ് അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് എൻ്റെ കൈവിട്ടു പോകാൻ തുടങ്ങിയ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ പ്രണയത്താൽ ഏറ്റ മുറിവ് അത് ഉണങ്ങാതെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓക്കെയായി എന്ന് തോന്നി തിരിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞാൻ അറിഞ്ഞത് എന്നെ പെണ്ണ് ചോദിച്ചുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈശ്വർ ഇന്ദ്രപ്രസ്ഥ വീട്ടിലേക്ക് വന്നിരുന്നു എന്നായിരുന്നു. വീട്ടിലെല്ലാവർക്കും ഒരേ അഭിപ്രായം, ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നോ അതുപോലെ ആയിക്കോട്ടെ എന്ന്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ കുടുംബത്തിന്റെ പേര് പ്രശസ്തി ഒന്നും ഇല്ലാതാക്കാത്ത ഒരു തീരുമാനമായിരിക്കണം ഞാൻ എടുക്കേണ്ടതെന്ന്.
അയാൾ എനിക്ക് നേരെ നീട്ടിയ ആ വിവാഹ അഭ്യർത്ഥന അത് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ കുടുംബത്തിന് നാണക്കേടാകും എന്ന് പറയാതെ അവർ പറഞ്ഞതാണ്. എനിക്കങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ നാട്ടിൽ അറിയൂ. അതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എന്റെ ലച്ചുവിനെയും അവളുടെ അമ്മയെയും അച്ഛനെയും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ നാട് കടത്തിയിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോ അവർ ഇവിടെ നിന്നും പോയി. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇനി തിരിച്ചു വരില്ല. അവരുടെ കുഞ്ഞിന്റെ ഭാവി അവർക്ക് നോക്കണം എന്നൊക്കെ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്റെ ലച്ചു എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളുടെ ഭാവിയല്ലേ വലുത്. അപ്പോ അവളെയും കൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. എനിക്കാകെ കൂടി ഉണ്ടായിരുന്ന പ്രതീക്ഷയും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു. പിന്നെ ആലോചിക്കുകയായിരുന്നു എങ്ങനെയാണ് ഞാൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടത് എന്ന്. എന്റെ മുന്നിലേക്ക് എന്റെ വീട്ടുകാർ മനഃപൂർവ്വം തന്നതാണ് ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം. എന്തെങ്കിലും പ്രശ്നം വന്നാലും അവർക്ക് പറയാലോ, ഞങ്ങൾ നിന്നോട് ചോദിച്ചിട്ടാണ് ചെയ്തതെന്ന്. നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ ചെയ്തതെന്ന്. ഇതിൽ ഞങ്ങളുടെ തെറ്റെന്താണ് എന്ന്. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മനഃപൂർവ്വമാണ് അവർ എനിക്കായിട്ട് ഈശ്വരന്റെ വിവാഹാലോചനയുടെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിട്ടുതന്നത്. കുറെ ദിവസം ആലോചിച്ചു. അവസാനം എന്നെ കാണാൻ ചേട്ടന്മാരെത്തി. അവരും എന്നോട് പറഞ്ഞത് ഇനി മറ്റൊരാളെ നിനക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണ്. ഞാൻ സ്നേഹിച്ചത് അരിയെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. എന്നിട്ടും അവർ എന്നോട് പറയുന്നത് എന്നെ ബലമായി കീഴ്പ്പെടുത്തിയ ആ മനുഷ്യമൃഗത്തെ വിവാഹം കഴിക്കണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അല്ല, പറയാതെ പറഞ്ഞത് എന്ന് മനസ്സിലായപ്പോ ഞാൻ വിവാഹത്തിന് സമ്മതിക്കായിരുന്നു. അത് അവൻ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന് അവൻ നല്ലവനാകും, അവന് മാപ്പ് കൊടുത്ത് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ ചെയ്യാനല്ല. ഈശ്വരനെ ഇങ്ങനൊരവസ്ഥയിൽ എത്തിച്ചതും അയാളെയും കൂട്ടുകാരനെയും ഉപദ്രവിച്ച ലക്ഷ്മിയെ അവൻ അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവളുടെ ജീവിതവും ജീവനും അവന്റെ കയ്യിൽ പെടരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലാതെ സ്ത്രീകൾ എന്തും ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവരായത് കൊണ്ടല്ല. മനുഷ്യന് ദൈവം മറവി എന്ന കഴിവ് തന്നേക്കുന്നത് തെറ്റായ കാര്യങ്ങൾ മറക്കേണ്ടതായ കാര്യങ്ങൾ മറക്കാനും പൊറുക്കേണ്ടതായ കാര്യങ്ങൾ പൊറുക്കാനുമാണെന്ന് 1000 വട്ടം വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ വിവാഹത്തിന് കൈ പിടിച്ചു കൊടുത്ത എന്തിന് ആ വണ്ടിയിൽ കയറി യാത്രയാകുന്നത് വരെ പല രീതിയിൽ എൻ്റെ വീട്ടിലുള്ളവർ പലപ്പോഴായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഒന്നും മിണ്ടാതെ അതിനെല്ലാം മൗനം പാലിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അത് പക്ഷേ എൻ്റെ തോൽവിയായിരുന്നില്ല, എൻ്റെ പ്രതികാരങ്ങൾക്കുള്ള തുടക്കമായിരുന്നു അത്. അവൾ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക. ദേവപഞ്ചമിയുമായിട്ട് പെട്ടെന്ന് വരാം.